കാലുകൊണ്ട് രുചികൾ തിരിച്ചറിയാൻ കഴിയുന്ന അൾട്രാവയലറ്റ് രശ്മികളെപ്പോലും കാണാൻ കഴിയുന്ന പൂന്തോട്ടങ്ങളിലെ ഒഴിവാക്കാനാവാത്ത ചിത്രശലഭങ്ങൾ. നമുക്കിന്ന് ചിത്രശലഭങ്ങളുടെ അതിശയിപ്പിക്കുന്ന ജീവിതത്തെപ്പറ്റി നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 7 ഫാമിലികളിലായി 20,000-ഓളം സ്പീഷീസിൽപ്പെടുന്ന ചിത്രശലഭങ്ങളെ ലോകമെമ്പാടും നമുക്ക് കാണാനാവും. ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെയാണ് ചിത്രശലഭങ്ങൾ സാധാരണയായി ജീവിച്ചിരിക്കാറുള്ളത്. ചിത്രശലഭങ്ങളുടെ വളർച്ചയെ 4 സ്റ്റേജുകളായിട്ട് വേർതിരിക്കാനാവും. അമ്മ ചിത്രശലഭം അവർ എത്തിച്ചേരുന്ന സസ്യങ്ങളുടെ ഇലകളിൽ മുട്ടയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു വയ്ക്കുന്നു. ഈ പ്രോസസ്സ് 3 മുതൽ 7 ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് ലാർവ സ്റ്റേജ്. ഈ സ്റ്റേജിൽ മുട്ടകൾ വിരിഞ്ഞ് ചെറിയ പുഴുക്കളാവുന്നു. ഇവയെ ചിത്രശലഭ പുഴുക്കൾ എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ചിത്രശലഭ പുഴുക്കൾ അവരുടെ സ്കിൻ പല തവണ പൊഴിച്ചു കളയും. 2 മുതൽ 4 ആഴ്ചകൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രവർത്തനം. തുടർന്ന് സ്റ്റേജ് 3 ആയ പ്യൂപ്പ സ്റ്റേജിലേക്ക് കടക്കുന്നു. ഈ അവസ്ഥയിൽ ചിത്രശലഭ പുഴുക്കൾ ചിത്രശലഭങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നു. 10 മുതൽ 15 ദിവസങ്ങൾ വരെയാണ് ഇതിന് വേണ്ടി വരുന്നത്. ചിത്രശലഭ പുഴുക്കൾ ചിത്രശലഭങ്ങളായി മാറുന്ന പ്രവർത്തനത്തിനെ മെറ്റാമോർഫോസിസ് എന്നാണ് പറയുന്നത്. മെറ്റാമോർഫോസിസ് വഴി രൂപാന്തരം പ്രാപിച്ച ചിത്രശലഭങ്ങൾ 4ാമത്തെ സ്റ്റേജായ അഡൽട്ട് സ്റ്റേജിലേക്ക് കടക്കുന്നു. പൂർണ്ണമായി രൂപാന്തരം പ്രാപിച്ച ഈ ചിത്രശലഭങ്ങളാണ് 1 മുതൽ 2 ആഴ്ച വരെ ജീവിച്ചിരിക്കുന്നത്. പൂക്കളിലെ നെക്ടർ, അതായത് പൂക്കളിലെ മധുരമുള്ള ദ്രാവകം, തേനീച്ചകൾ തേൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും ഈ ദ്രാവകമാണ്. ചിത്രശലഭങ്ങൾ പ്രധാനമായിട്ടും ഈ നെക്ടർ വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. കൂടാതെ ചില ആനിമൽ വേസ്റ്റുകളും മണ്ണിലെ മഡ് ബട്ട്ലിങ്ങിലൂടെ മണ്ണിൻ്റെ സാൾട്ടും അമിനോ ആസിഡുമൊക്കെ വലിച്ചെടുത്തുമാണ് ചിത്രശലഭങ്ങൾ അതിജീവിക്കുന്നത്. ഏതൊക്കെ കാലാവസ്ഥയിലാണ് ചിത്രശലഭങ്ങൾ ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൂടുതലായിട്ടും ചൂട് കാലാവസ്ഥയിലാണ് ചിത്രശലഭങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥ. പ്രകാശം കൂടുതലായി എത്തുന്ന പ്രദേശങ്ങളിലും ചിത്രശലഭങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നു. വലിയ മഴയും കാറ്റുമൊക്കെ ചിത്രശലഭങ്ങൾക്ക് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇത് ഇവരുടെ പറക്കാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു. എന്നാൽ ഇത്രയും അധികം സ്പീഷീസ് കണ്ടുവരുന്നതിനാൽ തന്നെ ചില ചിത്രശലഭങ്ങളിലെ സ്പീഷീസുകൾക്ക് തണുത്ത കാലാവസ്ഥയിലും അതിജീവിക്കാൻ പ്രാപ്തരായവരാണ്. ചിത്രശലഭങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ ചിറക് മുഴുവൻ പടർന്നു കിടക്കുന്ന വിവിധ തരത്തിലുള്ള നിറങ്ങൾ. ഈ നിറങ്ങൾ ചിത്രശലഭങ്ങളിൽ കാണാൻ പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമാണ് പിഗ്മെൻറ്റേഷൻ. മെലാനിൻ്റെയും കാരോറ്റിനോയിഡ്സിൻ്റെയും പിഗ്മെൻറ്റേഷനാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടവ. മെലാനിൻ, അതായത് മനുഷ്യൻ്റെ സ്കിൻ കളർ നൽകുന്ന പിഗ്മെൻറ്റ്. ഈ പിഗ്മെൻറ്റ് തന്നെയാണ് ചിത്രശലഭങ്ങളിലെ ചിറകുകൾക്ക് കറുത്തതോ ഇരുണ്ടതോ ആയ നിറം നൽകുന്നത്. കൂടാതെ കരോറ്റിനോയിഡ്സ് മഞ്ഞയും ഓറഞ്ചും പോലുള്ള നിറങ്ങളും നൽകുന്നു. കൂടാതെ ചിറകുകളിലേക്ക് എത്തുന്ന പ്രകാശം കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഇവരുടെ നിറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ചില ചിത്രശലഭങ്ങൾക്ക് അവരുടെ നിറങ്ങൾ മാറ്റാനുമാകും. ചിത്രശലഭങ്ങളുടെ ഈ നിറങ്ങൾ ഇവരെ പല തരത്തിലാണ് സഹായിക്കുന്നത്. ഒന്നാമതായി ഇരപിടിയന്മാരിൽ നിന്നും സ്വയം സംരക്ഷിക്കാനാണിത്. ചുറ്റുപാടുമുള്ള ബാക്കി നിറങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനാൽ തന്നെ ഇരപിടിയന്മാർക്ക് വളരെ വേഗത്തിൽ ഇവരെ തിരിച്ചറിയാനാവുന്നില്ല. ഇതൊന്നും കൂടാതെ തന്നെ ഇണചേരൽ സമയങ്ങളിൽ ആൺ ചിത്രശലഭങ്ങൾ പെൺ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതും ഈ നിറങ്ങൾ കൊണ്ടാണ്. ചിത്രശലഭങ്ങൾ ഈ കുഞ്ഞു ശരീരം വെച്ച് എങ്ങനെയായിരിക്കും പറക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിത്രശലഭങ്ങൾ അവരുടെ ചിറകുകൾ ചിറകിട്ടടിക്കുമ്പോൾ അവരുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചിറകിനുള്ളിലേക്ക് വായു കടന്നു വരുന്നു. തുടർന്ന് ഇതേ ചിറകുകൾ താഴേക്ക് ശക്തമായി താക്കുമ്പോൾ ആ വായുവിനെ ശക്തമായിട്ട് താഴേക്ക് നീക്കാനും ഇവർക്കാവുന്നു. ഇതിനെ ഒരു വിങ് ബീറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഫോർവേഡ് ത്രസ്റ്റ് ഉണ്ടാവുകയും ചിത്രശലഭങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറക്കാനും സാധിക്കുന്നു. ചിത്രശലഭങ്ങൾക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് അൾട്രാ വയലറ്റ് രശ്മികളെ വരെ കാണാനാവുന്നു. ചില പൂക്കൾക്ക് ആ പൂവിൽ തന്നെ UV സ്ട്രക്ചേഴ്സ് കാണാനാവുന്നു. അതുകൊണ്ട് തന്നെ ചിത്രശലഭങ്ങൾ ഈ അൾട്രാ വയലറ്റ് രശ്മികളെ ട്രാക്ക് ചെയ്ത് പൂക്കളിലെ നെക്ടർ ശേഖരിച്ച് ജീവിക്കാനും സാധിക്കുന്നു. ഇത് പ്രകൃതിയുടെ ഒരു വിസ്മയ പ്രതിഭാസമാണ്. ചിത്രശലഭങ്ങളുടെ കാലിലാണ് ടേസ്റ്റ് ബഡ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കാലുകൾ കൊണ്ട് രുചികൾ തിരിച്ചറിയാനും ചിത്രശലഭങ്ങൾക്കാവും. 100 വർഷം വരെ ആയുസ്സുള്ള മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ 2 ആഴ്ച വരെ മാത്രം ജീവിച്ച് ജീവിതകാലം മറ്റുള്ളവർക്ക് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് പ്രകൃതിയോടിണങ്ങി എത്ര സന്തോഷമുള്ളവരായിട്ടാണ് ചിത്രശലഭങ്ങൾ അഥവാ ബട്ടർഫ്ലൈസ് ജീവിക്കുന്നത്. എന്താണ് ചിത്രശലഭങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുക മറ്റുള്ള വീഡിയോസും കൂടി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.